സംസ്ഥാന റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥ റോഡിലെ അപകടങ്ങൾ കൂട്ടുകയാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നിർമ്മാണം നടക്കുന്ന ഓടയിലേക്ക് ബൈക്ക് മറിഞ്ഞ് യാത്രികൻ ഇന്നലെ പരിക്കേറ്റിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയപാത അടക്കം സംസ്ഥാന പാതകളിലുമൊക്കെ ഉണ്ടാകുന്ന നിർമ്മാണത്തിലെ പിശകുകൾ, പിഴവുകൾ ഇവ ഉണ്ടാകുന്നത് കൊണ്ട് എത്രത്തോളം പേരുടെ ജീവൻ പൊലിയുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എരഞ്ഞിപ്പാലത്തുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് പറയൂ ഇംതിയാസ്. മോത്തി, ഞാനിപ്പോൾ ഉള്ളത് എരഞ്ഞിപ്പാലത്താണ്. അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് വരുമ്പോൾ സിഗ്നൽ കഴിഞ്ഞ് തൊട്ടടുത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള ഇടതുഭാഗം, ഈ സ്ഥലത്താണ് ഇന്നലെ ഒരു അപകടം ഉണ്ടായത്. നമ്മൾ ഇന്നലെ അതിൻ്റെ CCTV ദൃശ്യമൊക്കെ കണ്ടതാണ്. ആ അപകടം ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള നിസാറിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ആ സംഭവം ഒന്ന് ആദ്യം പറയാം. അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് അദ്ദേഹം ഇരുചക്ര വാഹനത്തിൽ വരുന്ന സമയത്ത് ഏകദേശം ഈ ഭാഗത്തെത്തുമ്പോൾ, ഇവിടെ ഈ മണലൊക്കെ, ഇത് പുതിയ റോഡിൻ്റെ പണിയൊക്കെ ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത്. ഇവിടെ ഈ മണലൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം ബ്രേക്ക് പിടിക്കുന്നു. ബ്രേക്ക് പിടിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഇവിടെ സ്കിഡാവുന്നു. സ്കിഡായതിനു ശേഷം അദ്ദേഹം ഈ ഓടയിലേക്ക് മറിഞ്ഞു വീഴുകയുമാണ് ചെയ്തത്. തൊട്ടപ്പുറത്ത് ഒരു എൽബാൻഡ് ഒട്ടിച്ച ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഈ കോൺക്രീറ്റിൽ നിന്നൊക്കെ വലിയ കമ്പികൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുന്നത് കാണാം. അതിലൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തല ഇടിച്ചിരുന്നുവെങ്കിൽ അത് വലിയ അപകടമായി മാറിയേനെ എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഹെൽമറ്റ് വെച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. എന്നാലും ഇനി എന്തെങ്കിലും നിർമ്മാണ പുരോഗതിക്ക് സാധ്യതയുള്ളതാണോ, അതോ അത് ഇവിടെ വെച്ച് ഉപേക്ഷിച്ചേക്കുകയാണോ ഈ പണി? കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ഓടകളുടെ പണിയൊക്കെ പൂർത്തിയാക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരുന്നു. മിഡ്ലാൻഡ് എന്ന ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ഇവിടെ നടത്തി വരുന്നത്. പക്ഷേ അതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല. ഈ കാണുന്ന ഈ കയർ, ഇങ്ങനെ ഈ സംവിധാനമൊന്നും ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ ഇല്ലായിരുന്നു. ഈ അപകടം സംഭവിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെയൊരു കയർ സംവിധാനം അടക്കം ഇവിടെ ഇപ്പോൾ കെട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. കൃത്യമായ ബോർഡുകളോ സുരക്ഷാ മുൻകരുതൽ ബോർഡുകളോ ഒന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് കാര്യം. ഇതുവഴി വന്നൊരു യാത്രക്കാരൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണോ? അതെ അതെ അതെ. എന്താ ഈ ഓടകൾ നിരന്തരമായ അപകടം ഉണ്ടാക്കുന്നുണ്ടോ? നേരത്തെ അപകടം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. കെയർലെസ് ആണ്, ഉത്തരവാദിത്തപരമായിട്ടുള്ള ഇത് ചെയ്യുന്നില്ല. ഇത് അതുകൊണ്ടാണല്ലോ ഇന്നലെ പറ്റിയത്. ഇന്നലെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഇതിൽ പല സ്ഥലങ്ങളിലും ഈ കമ്പി പൊങ്ങിക്കിടക്കുന്ന പല ഭാഗങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗം സൈഡും കമ്പി പൊങ്ങിക്കിടക്കുന്ന ഏരിയകളുണ്ട്. ഇന്നലെ ആ അപകടം അതിലേക്കായിരുന്നു വീണെങ്കിൽ ഇന്നത്തെ അവസ്ഥ വേറൊന്ന് മാറുമായിരുന്നു. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്ന സാധനം വേസ്റ്റുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത് എന്തിന് ഇത്രയും ധൃതിപ്പെട്ട് ചെയ്യുമ്പോൾ ഏത് പണിയും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ റിസ്ക്കുള്ള പണിയാണ്. എന്നാൽ അത് നോക്കിയിട്ട് ചെയ്യുന്നതെന്നുള്ള അതില്ല. ഇതിപ്പോൾ നോക്കാനൊന്നും ശരിക്കും എത്ര ആളുകളുണ്ടെന്ന് അറിയില്ല. ഏതോ കമ്പനി കോട്ടയത്തുള്ള ആളുകൾ കേൾപ്പിച്ചെന്നൊക്കെ പറയുന്നത്. ഇലക്ട്രിസിറ്റി കേബിൾ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് ലൈനൊക്കെ അടിച്ചുപോയി, മാറ്റിയിട്ട്. KCBയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളല്ല അത് വർക്ക്, അത് സബ് കൊടുത്തതാണ്, കോട്ടയത്തുള്ളൊരു കമ്പനിക്ക് കൊടുത്തതാണ്. അതിൻ്റെ സൂപ്പർവൈസറെ വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ അയാൾക്കൊന്നും അറിയില്ല, നിങ്ങൾ ആരാ ബന്ധപ്പെടേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു കോൺടാക്റ്റ് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ഈ എടുക്കുന്ന വർക്കും ഇപ്പം ഈ സ്ലാബ് ഇട്ട് മൂടിയാൽ ഇതിൻ്റെ അടിയിൽ എന്തെല്ലാം ഉണ്ടാവുക എന്നുള്ളത് ആർക്കും അറിയില്ല. പബ്ലിക് ആണെങ്കിൽ ഇതിലിപ്പോൾ ഇങ്ങനെ കൂടുതൽ എപ്പോഴും താല്പര്യപ്പെടില്ലല്ലോ. ഇതിനുള്ളിൽ ഈ നിർമ്മാണ സാമഗ്രികളുടെ ബാക്കിയും മറ്റ് മാലിന്യങ്ങളും എല്ലാം അടക്കമാണ് ഈ ഓട മൂടുക. ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കുക പോലുമില്ല. തുടർന്ന് മറ്റ് പല പ്രശ്നങ്ങളും തുടർന്നുള്ള സമയത്ത് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അശാസ്ത്രീയമായി നിർമ്മിതിക്ക് പിന്നിൽ. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.